ടയറുകൾ എങ്ങനെ നിർമ്മിക്കുന്നു? റബ്ബർ മരങ്ങൾ മുതൽ റോഡ് വരെ. ടയറുകൾ ചലനത്തിന്റെ ആത്മാവാണ്. റോഡിൽ സ്പർശിക്കുന്ന ഒരു വാഹനത്തിന്റെ ഒരേയൊരു ഭാഗം. ലോകം പ്രതിവർഷം 2.5 ബില്യൺ ടയറുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് യുഎസ് ജനസംഖ്യയുടെ 7 ഇരട്ടിയിലധികം വരും. എന്നാൽ ഒരു ടയർ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? റബ്ബർ മരങ്ങളിൽ നിന്ന് ഒഴുകുന്ന പാൽ പോലെയുള്ള ലാറ്റക്സ് മുതൽ ഉയർന്ന വേഗതയിൽ ഒരു ഫോർമുല 1 കാർ സ്ഥിരമായി നിലനിർത്തുന്ന ഗ്രിപ്പ് വരെ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ ചൂട്, മർദ്ദം, ഘർഷണം എന്നിവയെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ഡസൻ കണക്കിന് പാളികളിൽ നിന്നാണ് ഓരോ ടയറും നിർമ്മിച്ചിരിക്കുന്നത്. ഡിസൈനും എഞ്ചിനീയറിംഗും. ഉൽപ്പാദനം ആരംഭിക്കുന്നതിന് മുമ്പ് ഡിജിറ്റൽ മോഡലുകൾ ഉപയോഗിച്ചാണ് ടയർ ഡിസൈൻ വികസിപ്പിക്കുന്നത്. ഗ്രിപ്പ്, ഈട്, ലോഡ് കപ്പാസിറ്റി, ശബ്ദക്കുറവ് എന്നിവ സന്തുലിതമാക്കുന്നതിന് എഞ്ചിനീയർമാർ ക്രോസ് സെക്ഷണൽ ആകൃതി, പ്ലൈ ഘടന, ട്രെഡ് പാറ്റേൺ, റബ്ബർ ഘടന എന്നിവ കണക്കാക്കുന്നു. സ്പോർട്സ് കാറുകൾ, ഹെവി ഡ്യൂട്ടി ട്രക്കുകൾ അല്ലെങ്കിൽ പാസഞ്ചർ വാഹനങ്ങൾ എന്നിവയായാലും ഓരോ ടയർ തരത്തിനും തനതായ ഡിസൈൻ ആവശ്യമാണ്. ഭൗതിക നിർമ്മാണത്തിനു മുമ്പ് എല്ലാ വിശദാംശങ്ങളും ഡിജിറ്റലായി സിമുലേറ്റ് ചെയ്യുകയും വെർച്വലായി പരിശോധിക്കുകയും ചെയ്യുന്നു. അസംസ്കൃത വസ്തുക്കൾ. പ്രകൃതിദത്തവും കൃത്രിമ റബ്ബറും. ഉഷ്ണമേഖലാ തോട്ടങ്ങളിലെ റബ്ബർ മരത്തിന്റെ പുറന്തൊലിയിൽ നിന്ന് പാൽ പോലെ വെളുത്ത സ്രവം ഒലിച്ചിറങ്ങുന്നതിലൂടെയാണ് ഒരു ടയറിന്റെ യാത്ര ആരംഭിക്കുന്നത്. മരത്തിന് കേടുപാടുകൾ വരുത്താതെ ലാറ്റക്സ് ചാനലുകളിൽ എത്താൻ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾ കൃത്യമായ മുറിവുകൾ നടത്തുന്നു. ശേഖരിച്ച ലാറ്റക്സ് കട്ടപിടിക്കുന്നത് തടയാൻ അമോണിയയുമായി കലർത്തി പിന്നീട് പ്രകൃതിദത്ത റബ്ബർ ഷീറ്റുകളായി സംസ്കരിക്കുന്നു. എന്നിരുന്നാലും പ്രകൃതിദത്ത റബ്ബർ മാത്രം പോരാ. എണ്ണയിൽ നിന്നും പ്രകൃതിവാതകത്തിൽ നിന്നും വേർതിരിച്ചെടുത്ത ബ്യൂട്ടാഡീൻ, സ്റ്റൈറീൻ തുടങ്ങിയ തന്മാത്രകളുടെ പോളിമറൈസേഷൻ വഴി ലാബുകളിൽ സൃഷ്ടിക്കപ്പെട്ട സിന്തറ്റിക് റബ്ബറുമായി ഇത് കലർത്തിയിരിക്കുന്നു. മികച്ച ശക്തി, തണുത്ത പ്രതിരോധം, വസ്ത്രധാരണ പ്രകടനം എന്നിവയ്ക്ക് നന്ദി സിന്തറ്റിക് റബ്ബർ ആധുനിക ടയറുകളിൽ 60% ഉൾക്കൊള്ളുന്നു. 10,000 കിലോമീറ്ററുകളിൽ സ്ഥിരമായ പ്രകടനം നൽകുന്നു. മിക്സിംഗ്. കറുത്ത സംയുക്തം സൃഷ്ടിക്കൽ. അസംസ്കൃത റബ്ബർ യഥാർത്ഥത്തിൽ വെളുത്തതാണ്. കടും കറുപ്പ് നിറം അധിക വസ്തുക്കളിൽ നിന്നാണ് വരുന്നത്. നിർമ്മാതാക്കൾ 30-ലധികം ഘടകങ്ങൾ സംയോജിപ്പിക്കുന്നു. പ്രകൃതിദത്ത റബ്ബർ, സിന്തറ്റിക് റബ്ബർ, കാർബൺ ബ്ലാക്ക്, മൃദുവാക്കൽ എണ്ണകൾ, സൾഫർ, പ്രത്യേക അഡിറ്റീവുകൾ. കാർബൺ ബ്ലാക്ക് ഈടുനിൽക്കുന്നതും ഉരച്ചിലിന്റെ പ്രതിരോധവും മെച്ചപ്പെടുത്തുന്നു. മൃദുവാക്കൽ എണ്ണകൾ താപനിലയിലുടനീളം വഴക്കം നിലനിർത്തുന്നു. ദ്രവണാങ്കം മുതൽ അന്തിമ കാഠിന്യം വരെയുള്ള മറ്റ് അഡിറ്റീവുകൾ ഗുണങ്ങളെ മികച്ചതാക്കുന്നു. ഉയർന്ന ചൂടിലും മർദ്ദത്തിലും പ്രവർത്തിക്കുന്ന കൂറ്റൻ വ്യാവസായിക മിക്സറുകളിലേക്ക് ഈ ചേരുവകൾ നൽകുന്നു. മിനിറ്റുകൾക്കുള്ളിലെല്ലാം കട്ടിയുള്ള ജെറ്റ് കറുത്ത റബ്ബർ സംയുക്തത്തിലേക്ക് ലയിക്കുന്നു. അഡിറ്റീവുകൾ തന്മാത്രാപരമായി ഇടപഴകുകയും ഘടനയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. സംയുക്തം ഷീറ്റുകളായി പരത്തുകയും ചുരുട്ടുകയും തണുപ്പിക്കുകയും ചെയ്യുന്നു. ഈട്, ഇലാസ്റ്റികത, സമ്മർദ്ദ പ്രതിരോധം എന്നിവ ഇതിനകം തന്നെ എല്ലാ പാളികളിലും നിർമ്മിച്ചിരിക്കുന്നു. അസംബ്ലിയും രൂപപ്പെടുത്തലും. വലിയ കറങ്ങുന്ന ലോഹ ഡ്രമ്മുകളിൽ ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങൾ ഘടകങ്ങൾ അങ്ങേയറ്റം കൃത്യതയോടെ കൂട്ടിച്ചേർക്കുന്നു. റോബോട്ടിക് ആയുധങ്ങൾ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങൾ പാലിക്കുന്നു. 0.1 മില്ലിമീറ്ററിനുള്ളിൽ ടോളറൻസ് നിലനിർത്തുന്നു. ഓരോ റബ്ബർ പാളിയും സെർവോ ഡ്രൈവൺ സിസ്റ്റങ്ങൾ പ്രയോഗിക്കുന്നു. കർശനമായി അമർത്തി കൃത്യമായി വിന്യസിക്കുന്നു. ഫോഴ്സ് സെൻസറുകളും വ്യാവസായിക ക്യാമറകളും ഓരോ മില്ലിമീറ്ററും നിരീക്ഷിക്കുന്നു. ഭ്രമണം, മർദ്ദം, വേഗത എന്നിവ ക്രമീകരിക്കുന്നതിന് തത്സമയം ഡേറ്റ പ്രോസസ് ചെയ്യുന്നു. അസംസ്കൃത ഘടന നിർമ്മിച്ചുകഴിഞ്ഞാൽ കംപ്രസ് ചെയ്ത വായു ടയർ ബോഡിയെ വീർപ്പിക്കുകയും അത് വികസിക്കുകയും അതിന്റെ ഉദ്ദേശിച്ച ആകൃതിയിലേക്ക് കൃത്യമായി പൊരുത്തപ്പെടുകയും ചെയ്യുന്നു. പ്രഷർ സെൻസറുകളും ഷേപ്പ് സ്കാനറുകളും ഓരോ മാറ്റവും നിരീക്ഷിക്കുന്നു. രൂപഭേദം കണ്ടെത്തിയാൽ ഉടൻ നിർത്തുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ അടിസ്ഥാന ടയർ ആകൃതി പൂർത്തിയാവും. വൾക്കനൈസേഷൻ. അന്തിമ പരിവർത്തനം. ട്രെഡ് ഡിസൈൻ നിർവചിക്കുന്ന സങ്കീർണമായ നെഗറ്റീവ് പാറ്റേണുകളുള്ള 2 പീസ് മെറ്റൽ മോൾഡിലാണ് ടയർ അസംബ്ലി സ്ഥാപിച്ചിരിക്കുന്നത്. കംപ്രസ് ചെയ്ത വായു അല്ലെങ്കിൽ സൂപ്പർ ഹീറ്റഡ് ദ്രാവകം ആന്തരിക മർദ്ദം സൃഷ്ടിക്കുമ്പോൾ സിസ്റ്റം മോൾഡിനെ 160 മുതൽ 180 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടാക്കുന്നു. ഇത് മൃദുവായ റബ്ബറിനെ ഓരോ ഗ്രൂവിലേക്കും തള്ളുന്നു. ഈ വൾക്കനൈസേഷൻ പ്രക്രിയ 10 മുതൽ 15 മിനിറ്റ് നീണ്ടുനിൽക്കും. ഈ സമയത്ത് സൾഫർ പോളിമർ ശൃംഖലകളുമായി പ്രതിപ്രവർത്തിക്കുകയും മൃദുവായ റബ്ബറിനെ കടുപ്പമുള്ള ഇലാസ്റ്റിക് ഘടനയാക്കി മാറ്റുകയും ചെയ്യുന്നു. മെക്കാനിക്കൽ ശക്തി, താപപ്രതിരോധം, റോഡ് ഗ്രിപ്പ് എന്നിവ നിർണ്ണയിക്കുന്നു. ഗുണനിലവാര നിയന്ത്രണം.
ശമനത്തിനു ശേഷം ടയറുകൾ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാകുന്നു. വൃത്താകൃതി, വിന്യാസം, കനം എന്നിവയ്ക്കായി വ്യാവസായിക ലേസറുകൾ സ്കാൻ ചെയ്യുന്നു. വായു നിലനിർത്തലും ഘടനാപരമായ സമഗ്രതയും പരിശോധിക്കുന്നതിന് ടയറുകൾ സാധാരണ മർദ്ദത്തിനപ്പുറം വീർപ്പിക്കുന്നു. തെറ്റായി ക്രമീകരിച്ച പാളികൾ അല്ലെങ്കിൽ ബോണ്ടിംഗ് വൈകല്യങ്ങൾക്കായി ആന്തരിക ഘടന പരിശോധിക്കാൻ നൂതന സൗകര്യങ്ങൾ എക്സ്റേ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. എല്ലാ പരിശോധനകളിലും വിജയിക്കുന്ന ടയറുകൾക്ക് മാത്രമേ റോഡിനായി അംഗീകാരം ലഭിക്കൂ. പുനരുപയോഗവും സുസ്ഥിരതയും. ഉപേക്ഷിക്കപ്പെട്ട കോടിക്കണക്കിന് ടയറുകളിൽ പരിസ്ഥിതിക്ക് ഭീഷണി ഉയർത്തുന്ന സിന്തറ്റിക് റബ്ബർ, എണ്ണകൾ, കനലോഹങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പല രാജ്യങ്ങളും ഇപ്പോൾ നൂതന പുനരുപയോഗ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നു. മാലിന്യ ടയറുകൾ പൊടിച്ച് സൂക്ഷ്മ തരികളാക്കി തുടർന്ന് ചൂട്, മർദ്ദം, രാസവസ്തുക്കൾ എന്നിവ ഉപയോഗിച്ച് ഗുണങ്ങൾ പുനഃസ്ഥാപിക്കുന്നു. ഈ പുനരുപയോഗ റബ്ബർ അകത്തെ ടയർ പാളികളിലാണ് ഉപയോഗിക്കുന്നത്. പുതിയ ടയറുകളിൽ 10 മുതൽ 20% മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂവെങ്കിലും ഇത് പെട്രോകെമിക്കൽ ആശ്രിതത്വം കുറയ്ക്കുകയും പരിസ്ഥിതി ഭാരം സുസ്ഥിര പരിഹാരമാക്കി മാറ്റുകയും ചെയ്യുന്നു. ലളിതമായ റബ്ബറിന് കീഴിൽ സങ്കീർണമായ സാങ്കേതികവിദ്യയുണ്ട്. യന്ത്രത്തിനും റോഡിനുമിടയിലുള്ള ഒരേയൊരു സമ്പർക്ക പോയിന്റാണ് ടയർ. ചലനം, സുരക്ഷ, പ്രകടനം എന്നിവ ആരംഭിക്കുന്നിടത്ത്